അതായത് ഈസൂസിൻ്റെ ഏതാണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊക്കെ നമ്മുടെ വണ്ടിൻ്റെ ടയർ മാറ്റുന്ന സ്ഥലത്താണ്. ടയർ മാറ്റാതെ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു വണ്ടി വീലായിക്കൊണ്ടിരിക്കുക, അതിൻ്റെ മെഷീൻ്റെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ടയർ മാറ്റാൻ ഉദ്ദേശിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ അവിടുത്തെ വീട് പെയിൻ്റ് അടിക്കാനായിട്ട് പോയ സമയത്ത് കല്ലുമ്മ കയറിയായിരുന്നു. JCB ഒന്ന് മറ്റേ പൈപ്പ് ഇടാനായിട്ട് റോഡ് പൊളിച്ച സമയത്ത് കല്ല് മാറ്റി വെച്ചിട്ട് അതിന് കയറിയിട്ട് സൈഡ് പോയിട്ട് ടയർ മുഴുവൻ പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടയർ മാറ്റിയിട്ടിട്ട് നമ്മൾ സ്റ്റെപ്പിന് ഇട്ടിട്ട് എത്ര നാൾ ഓടിയായിരുന്നു. സ്റ്റെപ്പിന് നല്ല മുട്ടയാണ്, ട്യൂബില്ല, മറ്റേ എന്താ പറയുക, നൂല് കണ്ടിട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സാധനം മാറ്റി നമ്മളുടെ പഴയ ടയർ കുറച്ചുകൂടി ഓടാൻ പറ്റും. അപ്പോൾ അത് തന്നെ അവർ പറഞ്ഞത് പാച്ച് ചെയ്ത് തരാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അപ്പോൾ നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ പാച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടയർ പാച്ച് ചെയ്യാനായിട്ട് നമ്മുടെ മുന്നിൽ നമ്മൾ വരാറുള്ള പ്ലാക്കാട്ടിൽ ടയറുകൾ നമുക്ക് വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ കുറേ ടയറുകൾ ഇരിക്കുന്ന കണ്ടിട്ട് നമുക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ തോന്നിയായിരുന്നു സംഭവം. എന്നാൽ കൂടി നമ്മളൊന്നും മാറ്റിയൊന്നുമില്ല. അപ്പം നിലവിൽ ഇനിയും കുറച്ചുകൂടി ഓടും. ടയർ മാറാറായിട്ടുണ്ട്, എനിക്കും അറിയാം ടയർ മാറാറായിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ നമ്മളുടെ കണക്ക് പ്രകാരം ഇനി ഒരു 5000 കിലോമീറ്ററെങ്കിലും മിനിമം ഓടണം. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മാറ്റിയിട്ടുള്ള ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പിനെയാണ്. നമ്മുടെ കമ്പനി വന്നപ്പോൾ പഴയത് നമ്മൾ ഒരെണ്ണെടുത്ത് സ്റ്റെപ്പിനാക്കി വെച്ചിട്ടുള്ള ടയറാണ്. അത് ഇതേ നൂല് കണ്ടിട്ടിപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. ബാക്കി പിന്നെ എല്ലാ ടയറും ഈ പറഞ്ഞ പോലെ ഒരുവിധം ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ടയറും കുറഞ്ഞു കണ്ടു. പക്ഷെ ഒരു 40,000 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു 5000 ഓടുകയാണെങ്കിലാണ് 40 ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു 35 ആകുമ്പോഴേക്കും എല്ലാ ടയറും തീരും. പിന്നെ നമ്മളുടെ ഓടിക്കലും അതുപോലെ തന്നെ തിരിപ്പിക്കലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ബ്രേക്കിങ്ങും അതൊക്കെ ഒരു വളരെ വ്യത്യസ്തമായ രീതികളായ കാരണം നമുക്ക് ഈ കിട്ടുന്നത് തന്നെ ലാഭം എന്ന് വിചാരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ എന്തായാലും ഓർമ്മത്തോടെ ഓർത്ത് നൂല് കാണുന്ന വരെ അത് തന്നെ കൊണ്ടുനടക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ടയർ ഇവിടെ അഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ആ സംഭവം ഇവിടെ നോക്കാൻ വേണ്ടി കൊണ്ടുപോകാനായിട്ട് എന്തിയ ടയർ എന്തിയെ അഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചേക്കാണ്. ഇനി അത് അഴിച്ചെടുത്തിട്ട് വേണം നിലവിൽ അതിന് പാച്ച് ഒട്ടിക്കാനായിട്ട്. മിനിമം ഒരു 6 മാസമെങ്കിലും നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. ആ ടയർ ഉണ്ടെങ്കിലേ അത് നമുക്കിപ്പോൾ വളരെ കുറച്ച് ഓട്ടമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ അത് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ കുറേ നാളുകൂടി ഓടിക്കും. ഗൈസ്, നമ്മളിത് ടയർ കടയിൽ വന്നപ്പോൾ ടയർ കടയിലത്തെ ഷാജേട്ടൻ പുതിയ വണ്ടി എടുത്തേക്കണം കേട്ടോ. അതായത് ഈസൂസിൻ്റെ ഏതാണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ പറഞ്ഞു ഒന്ന് ഓടിച്ച് നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം. അതിൻ്റെ ടയറും അതേപോലെ അലോയിലൊക്കെ മാറ്റിയിട്ടുണ്ട്. വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഒന്ന് വണ്ടി ഓടിച്ചു നോക്കട്ടെ. സംഭവം വണ്ടി ഓടിച്ച് ഓടിച്ച് നോക്കി കാര്യങ്ങളൊക്കെ ഉഷാറാണ്. അപ്പോൾ ഷാജേട്ടൻ എന്തായാലും പുതിയ വണ്ടി എടുത്തായിരുന്നു നമുക്ക് ഓടിക്കാൻ പറ്റി അല്ലേ. ഷാജേട്ടൻ്റെ പഴയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ടയർ മാറ്റാൻ വന്ന ഇതിൽ അല്ലേ. അപ്പോൾ അത് കാരണം എന്തായാലും സംഭവം ഷാജേട്ടന് ഇഷ്ടപ്പെട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്ന വണ്ടി ഇതെടുത്തു, ബെൻസ് കൊടുത്തു. അതെ തന്നെ. അപ്പൊ ഇനി ബെൻസ് ഓടിച്ചിട്ടില്ല. അടുത്ത ദിവസം ഒന്ന് ഓടി ചേട്ടൻ വിളിക്കരുത്. ഈ താടി ഇത്ര കനത്തില് താടിയും മീശൊക്കെ നരച്ചിട്ട് എന്നെ ചേട്ടൻ വിളിക്കുമ്പോളേ അത് പ്രശ്നമാ. സംഭവം എന്തായാലും വണ്ടി ഞാൻ ഓടിച്ചു നോക്കിയിട്ടോ. വണ്ടി കലക്കനാണ്. പിന്നെ കാണുമ്പോ എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ ഒന്നും ഇപ്പൊ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാ. ഇപ്പൊ ഹൈലക്സ് നോക്കിയില്ലായിരുന്നോ? അതെ അല്ലേ. പക്ഷെ ഇത് റേറ്റിനും ഭയങ്കര വ്യത്യാസമില്ല. അതും ഇതും തമ്മിൽ പകുതിയിലധികം വില വ്യത്യാസമില്ലേ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ സംഭവം പെർഫോമൻസ് ബേസ് എനിക്ക് ഇങ്ങനെ കാല് കൊടുത്തപ്പോ ആദ്യം ഒറ്റടി ഇങ്ങനെ തെറിച്ച് പോണ പോലത്തെ ഒന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഇതിന്റെ എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബ്രേക്കും ക്ലച്ചും തൊട്ടടുത്ത് ഇപ്പൊ ഒരു കാല് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി ഒരുമിച്ചാവും വേണമെങ്കിൽ കണ്ടോ. ഇങ്ങനെ ഇത്ര അടുത്ത് പോലെ തോന്നി. അതൊരു പ്രശ്നമായിട്ട് പറഞ്ഞല്ല. എന്നാലും പിന്നെ കാല് കൊടുക്കുമ്പോൾ പോകാത്തതിന്റെ കാരണം നമ്മൾ ടയർ അതുകൊണ്ടാണെന്നില്ല. പിന്നെ എയറും കുറവ് സംഭവം. പക്ഷെ നിങ്ങളുടെ പോലെ ഇപ്പൊ ടയറിന്റെ കച്ചവടം അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ബെസ്റ്റ് സാധനം. കാരണം ഈ ഒരു 4 പേർക്ക് സീറ്റിംഗ് പണിക്കാർക്കും ഇരിക്കാം. ടയർ എത്ര വരെ കയറ്റാം. പിന്നെ നമ്മുടെ മെറ്റീരിയൽ പുതിയ കട പണിയാനുള്ള മെറ്റീരിയൽ എല്ലാ ഇതിലാണ് റോയലായിട്ട് പോവുകയും ചെയ്യാം. ഒരാള് പോലും നോക്കാണ്ടിരിക്കില്ല. ബെൻസിന് ചെന്നിറങ്ങണേക്കാളും വില കിട്ടും. അതെ, ശരി തന്നെ കേട്ടോ. ഞാൻ എന്നെ കണ്ടില്ലേ വണ്ടി വന്നപ്പോ ഇത് അറിയാ പെട്ടെന്ന് ഷാജേട്ടൻ എടുത്ത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു സത്യം പറഞ്ഞ. ഉണ്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ അത് ഞാൻ എന്തായാലും ഉഷാറാവട്ട കാര്യങ്ങൾ. അപ്പൊ ഷാജേട്ടൻ പോവാണ്. അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചു നോക്കി, എനിക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഒരു ഇന്റീരിയർ ഒക്കെ നോക്കുമ്പോൾ സാധാ വണ്ടി അല്ലാണ്ട് ഇന്നോവ പോലത്തെ ഇപ്പോഴത്തെ പുതിയ റേഞ്ച് വണ്ടികൾ വരുന്നൊക്കെ ജാതി രസമല്ലേ അത് വെച്ചു. പിന്നെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ് വണ്ടിയല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഉപയോഗത്തിന് കൊണ്ടു നടക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ
ഇങ്ങനെയുള്ള വണ്ടികൾക്ക് ഇങ്ങനത്തെ സെറ്റപ്പ് നല്ലത്. കൂടുതലും ഇലക്ട്രോണിക്കും മറ്റേ സെൻസറും സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊന്നും കൊഴിഞ്ഞിട്ട് അത് തന്നെ. അപ്പൊ ശരി എന്നാ ആയിക്കോട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. അപ്പൊ ഷാജേട്ടൻ ഈ സീറ്റിലേക്ക് കയറിക്കോ. ഇത് വിവോ. ആ അപ്പൊ അങ്ങനെ ഇതിന്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ഇതേപോലെ പവർ വിൻഡോസിന്റെ ഒക്കെ ഇവിടെ തന്നെയുണ്ട്. അതുപോലെ മിറർ അഡ്ജസ്റ്റർ, പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. AC ഒക്കെ നോർമൽ AC. ടച്ച് സ്ക്രീൻ വണ്ടി വന്നപ്പോൾ അങ്ങനത്തെ ഇത് ടച്ച് സ്ക്രീൻ അതൊക്കെ ഉള്ളതാണ് അല്ലേ? ഒന്നും ചെയ്തിട്ട് ആകെ ഇത് മാത്രം മാറ്റിയിട്ടുള്ളൂ. അതിന് 1 രൂപയില്ല മൊത്തം അലോയും ടയറൊക്കെ കൂടി. അപ്പോൾ വല്ല ആൾക്കാർക്ക് അലോയ് വീല് ടയറൊക്കെ വേണമെങ്കിൽ ഷാജേട്ടനെ വിളിച്ചാൽ മതി നേരിട്ട്. നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. ഇല്ലെങ്കിൽ പ്ലാക്കാട്ടിൽ ടയർ കട നമ്മുടെ വണ്ടിയുടെ ടയർ അവിടെ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് പോയിട്ട് എന്തായി അവർ പാച്ച് ചെയ്ത് വെച്ചോ എന്നുള്ള സംഭവം നോക്കാം. അതേ പോണു വണ്ടി റോട്ടിൽ പോണ കാണാൻ ജാതി ചെയ്യുമ്പോട്ടോ. സംഭവം നിസ്സാര വിലയാണുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 16,000 രൂപയാണ് ഈ വണ്ടിക്ക് വില വരുന്നുള്ളൂ. ഇത് 4x4 അല്ല, സാധാ ടൈപ്പാണ്. ഈ വണ്ടിക്ക് 16,000 രൂപ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ കാറൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ വണ്ടിയിലേക്ക് മാറാം. പിന്നെ സർവീസ് സംഭവങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. എന്താ നീ മോഹം പൊത്തി പിടിച്ച് നിൽക്കണേ? നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ നീ മോഹം പൊത്തി പിടിക്കണേ? എന്തായി നമ്മൾ ടയർ ശരിയാക്കിയ? ഇങ്ങോട്ട് തിരിയടാ, സെറ്റ് ചെയ്യണ്ട്. അപ്പൊ എവിടെയാ ശരിയാക്കണത്? എവിടെയാ? ഉള്ളിലൊന്ന് ചെന്ന് നോക്കാം നമുക്ക്. സാധനം എന്താണ് ചെയ്യണ? ടയർ നമ്മളുടെ അഴിച്ചെടുത്തിട്ടുണ്ട്. പാച്ച് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടിട്ടുണ്ടാവും ആൾക്കാർ. ഇവിടെയാണ് പാച്ച് ചെയ്യണത് എന്നുള്ളതാണ് പറഞ്ഞത്. എവിടെയാണ് പാച്ച് ചെയ്യണത് എന്നുള്ളത് നോക്കട്ടെ. ഇത് ടയറിൻ്റെ റിസോൾവ് ചെയ്യുന്ന സ്ഥലം ഞാൻ ഇതിന് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൊസീജിയറും പ്രോസസ്സിങ്ങും സംഭവങ്ങളൊക്കെ നോക്കട്ടെ. എവിടെയാണോ എന്നുള്ളത്. ഇതെന്നെ പരിപാടി ഇഷ്ടമല്ലാണ്ട് വേറെ എനിക്ക് വല്ല പരിപാടി ഉണ്ടാ? എന്റെ ടയർ എവിടെയാ നോക്കട്ടെ. എന്റെ ടയർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതുമേ ചെയ്തിട്ടുണ്ട് അല്ലേ? ഗൈസ് ഇതിലൊരു ചെറിയ പൊട്ടായിരുന്നു കേട്ടോ നമ്മുടെ. കണ്ടോ, ഇതിന് ചെറുതായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ. പക്ഷെ നമ്മുടെ ട്യൂബ്ലെസ് ആയതുകൊണ്ട് തന്നെ ഈ സാധനത്തിൽ എയർ നിൽക്കില്ല. അങ്ങനെ ചെറിയൊരു സൂചി കുത്തിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വരെ നിങ്ങൾക്കറിയാലോ എയർ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനൊരു ക്രാക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിൽക്കില്ല. അപ്പോൾ നിലവിൽ ഈ സാധനം പാച്ച് ചെയ്യാനായിട്ട്, അതായത് ഇതിൻ്റെ ഉൾവശത്തും ഒരു ഇതൊട്ടിക്കും, സ്റ്റിക്കർ പോലത്തെ. ഇതാണെന്ന് തോന്നുന്നു, ഇതാണെന്നുള്ളത് എനിക്കറിയില്ല. റബ്ബർ, അതെ, ഈ റബ്ബർ വെച്ച് ഹീറ്റാക്കിയിട്ട് ഈ ഹോള് അങ്ങോട്ട് അടയ്ക്കും. അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ എയർ പുറത്തേക്ക് പോവില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു കട്ടക്കടി നമുക്ക് ഓടി കിട്ടും. ഇത് കണ്ടില്ലേ, നല്ല കട്ടയുണ്ട് അല്ലേ ചേട്ടാ? എത്ര ഓടി ഇനി ഒരു 5,000 ഓടില്ലേ മിനിമം? 5,000 ഓടും. എന്നോടാവൻ പറയത് മാറ്റാം. ഞാൻ മാറ്റുമോ? ഇത് ഇനി ശരിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇനിയിട്ട് ഓടാൻ പോണത്. ബാക്കിയുള്ളത് 5,000. ഈ ഓട്ടോഷയുടെ ടയറൊക്കെ റിസോൾവ് ചെയ്യണ ഇങ്ങനെയാണ് കേട്ടോ. അതായത് നമ്മുടെ പഴയ ടയറൊക്കെ ചെത്തി കളഞ്ഞ് ഇങ്ങനെ ഗ്രിപ്പ് ആക്കും. ഇവിടെ ഗ്രിപ്പ് ആക്കണ സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ല ചേട്ടാ? ഈ ഗ്രിപ്പ് ആക്കണത് അത് ആ മെഷീനിൽ ഇട്ടിട്ടാണോ? ഇങ്ങനെ പിടുത്താക്കിയില്ലേ നമ്മള്? ഇതിപ്പോ നിലവിൽ ഒട്ടിച്ചണ്ട? ഇത് ഒട്ടിച്ചാ? ഞാൻ പറയണത് ഇത് ടയർ ചെത്തിയിട്ട് ഇങ്ങനെ നമ്മള് ഇത് ചെയ്യണതല്ലേ? അതാ ചോദിച്ചത്. ഓട്ട്സൈഡ് ഈ റബ്ബർ ഒട്ടിക്കും നമ്മുടെ. ഇതുമ്മ ഇപ്പൊ ഇതില്ല. അതുമ്മ വെച്ചിട്ട് കട്ട് ചെയ്യണം. നമ്മള് ലോറിക്കൊക്കെ ഉള്ളത് ഒട്ടിക്കല്ലേ ചെയ്യണേ? അല്ല, നമ്മുടെ ലോറിക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യുള്ളതല്ലേ ഓൾറെഡി ഒട്ടിക്കുന്നത്? 2 ടൈപ്പ് ഉണ്ട്. കൂള്, മറ്റേത് സാധാരണ. ഞാൻ ഇങ്ങനത്തെ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ വണ്ടിക്കൊക്കെ സാധാരണ ഇങ്ങനെയുള്ള കണ്ടോ? അതെ, ഇത് കണ്ടോ? ഇത് അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ആ ടയർ ചെത്തിയിട്ടുള്ള പോലെ തന്നെ ചെത്തി വെച്ചിട്ട് ഈ സാധനം ഒട്ടിക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ അതേപോലെ ഒട്ടിച്ചിട്ട് മെഷീന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കും അല്ലേ? പതിയാണ് അല്ലേ? ഇതല്ല, ഇവിടെ ഇല്ല ചെത്തണ പരിപാടി, വരയ്ക്കണത്. ആദ്യം ചെത്തി കളയില്ലേ? ഇപ്പൊ വരിക മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇപ്പൊ ടയർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതേപോലത്തെ ടയറിലെ കട്ട തീർന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെഷീന്റെ ഉള്ളിലേക്ക് ഇത് ഇവിടെ അങ്ങോട്ട് വെക്കും. ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് കണ്ടു, ഇത് ഈ ലോറിയും അതുപോലെ തന്നെ വലിയ വണ്ടിയൊക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഇവരുടെ ബ്ലേഡൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കട്ടയായിട്ട് ജാക്കി വെക്കാൻ വേണ്ടി കട്ടയ്ക്കായിട്ട് ആദ്യ കാലത്ത് ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടെ ഈ ഒരു ഗ്രിപ്പ്, അതായത് ടയർ ചെത്തിക്കളയണ ഒരു ബ്ലേഡ് കേട്ടോ. ഈ ഒരു മെഷീൻ്റെ ഉള്ളിൽ കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വന്നിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോകും. അതേപോലെ വേസ്റ്റ് റബ്ബറിൻ്റെ പീസൊക്കെ ഇവിടെ വീഴും. ഇതിൽ ചെത്തി പഴയ ടയർ കൊണ്ടുവരുമ്പോൾ ചെത്തി കളഞ്ഞു കഴിയുമ്പോൾ നിലവിൽ ഇതേപോലെ ആവും. ഇതേപോലെ ആവില്ല, ഇതിൽ എന്ത് തേച്ചിട്ടില്ലേ ചേട്ടാ? സൊല്യൂഷൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര സമയം സൊല്യൂഷൻ അടിച്ചിട്ട് ഇങ്ങനെ വെക്കും? അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഈ സാധനം
ഈ റബ്ബർ ഒട്ടിച്ചിട്ട് നമ്മൾ മെഷീന്റെ ഉള്ളിലേക്ക് കയറ്റുക. മെഷീന്റെ ഉള്ളിൽ എത്ര സമയം വെക്കണം അത്? ഇതിനൊക്കെ ഒരു മണിക്കൂർ 20 മിനിറ്റ്. ഇതിന് 1 മണിക്കൂർ 20 മിനിറ്റ് ഓട്ടോറിക്ഷയുടെ ടയറിന് വേണം നിലവിൽ. അതേപോലെ ഇതൊക്കെ ഇങ്ങനെ ഒരു ഉദ്ദേശമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, കറക്റ്റ് അല്ല. ഇതൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് പകുതി പൈസ അല്ലേ വേണ്ടു? മറ്റേ ടയറിന്റെ വെച്ചിട്ട് നോക്കുമ്പോൾ പകുതി പൈസ വേണ്ടി വരുമോ? പുതിയ ടയറിന് 3500 എങ്കിലും ഉണ്ടാവില്ലേ? അപ്പോൾ എന്താ പറയുക, ഒരു പകുതി പൈസയുടെ താഴെയൊക്കെ കണ്ടിട്ട്. ഇത് 2 അളവാണോ? ആ ടയർ ഈ ടയറും? രണ്ടിനും 2 വ്യത്യാസം ഉണ്ടല്ലേ. അതിന്റെ റബ്ബറുകളൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത് മിഡാസാണോ റബ്ബർ? അത് പല ക്വാളിറ്റി. മിഡാസ് മാത്രമേ ഉള്ളൂ അല്ലേ? നിലവിൽ അതാണ് കേട്ടോ പരിപാടി. ഇപ്പൊ ഏതെങ്കിലും ചേട്ടൻ ചെയ്യണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇതിപ്പോ എന്തൊരു പരിപാടി? ഇത് നമ്മുടെ വണ്ടിയുടെ ഇപ്പൊ പാച്ച് ഒട്ടിക്കുന്നത് എന്റെ ടയറാ? അതെ. അപ്പൊ ഇത് എങ്ങനെ ഒട്ടിക്കണെന്നുള്ളത് നോക്കട്ടെ. അപ്പൊ ഇത് എത്രയുടെ പാച്ച് എന്നാ പറയുന്നത്? 112 സൈസ്. അങ്ങനെ എത്ര ഏറ്റവും ചെറിയ പാച്ച് എത്ര സൈസ് മുതലാ? 110. ഏറ്റവും വലുതാണോ? ഏറ്റവും ചെറുത്. നമ്മുടെ ടിപ്പറിനൊക്കെ ഒട്ടിക്കുന്ന ടൈപ്പ് 110. അപ്പൊ ഈ സാധനം നമ്മൾ ആദ്യം ഒരച്ചൊന്ന് സെറ്റ് ചെയ്തു അല്ലെ? അതിന്റെ ഉള്ളു വശം പശ തേച്ചു. അതിന് ശേഷം അതിന്റെ സ്റ്റിക്കർ അങ്ങോട്ട് കീറി കളഞ്ഞു. ഈ സാധനം കറക്റ്റ് ആ ഓട്ടയുടെ അവിടേക്ക് ഇതെണ്ണം അങ്ങോട്ട് ഒട്ടിക്കും. ഉള്ളിനെ അങ്ങോട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം എയർ തുണ്ട് ലീക്ക് ഉണ്ടാവില്ല. ഇനി ഇത് ഒരച്ചൊന്ന് സ്ട്രോങ് ആക്കണം. അത് തന്നെ പരിപാടി. കണ്ടില്ലേ, ഒരു ചെറിയ സാധനം ഉണ്ട് ഉരയ്ക്കണത്. അത് വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഉരച്ച് കഴിയുമ്പോൾ ആ ഗമ്മ അടിച്ചാലേക്ക് ഈ സാധനം ഇങ്ങനെ ഇനി ഹീറ്റ് ചെയ്യണം അല്ലേ? ഇവിടെ ഒരു മെഷീൻ ഉണ്ട് കണ്ടു. ഈ ഒരു മെഷീനിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ടയർ നല്ല ഫുൾ എന്താ പറയുക ക്ലീനായി. പിന്നെ തുണ്ട് ടയർ പോലും പുറത്തേക്ക് പോകാത്ത കണ്ടീഷൻ. എൻ്റെ ഇതേപോലെ മുന്നോട്ട് ടയർ പൊട്ടിട്ട് ചേട്ടാ ഞാൻ കളഞ്ഞു. എന്നോട് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ നന്നായിട്ട് പൊളിഞ്ഞിട്ടായിരുന്നു. ഇത് ചെറിയൊരു പൊട്ടലേ ഉള്ളൂ, കുഞ്ഞൊരു പൊട്ടലേ ഉള്ളൂ. സൂചി കുത്തിയാക്കണ സൈസേ ഉള്ളൂ സംഭവം. സൈഡായ കാരണം ഈ സൈഡിലൊക്കെ ആണെങ്കിൽ നമ്മുടെ മറ്റേ എന്താ പറയുക പഞ്ചർ ഒട്ടിക്കുന്ന സാധനം വെച്ചിട്ട് വലിച്ചാൽ മതി, ക്ലിയർ ആണ്. ചെറുതാണെങ്കിൽ. വലുതായ കാരണം സംഭവം നടക്കില്ല. ഇത് പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഒട്ടിക്കുമോ ഈ സാധനം? ഇല്ല. ഇതൊക്കെ ടയറിന്റെ ഓരോരോ ഗമ്മുകളാണ് കേട്ടോ. ഈ സാധനമൊക്കെ നിലവിൽ അതിനകത്ത് ആക്കി പ്രസ് ചെയ്യും. അപ്പോൾ ഇത് ചെറിയ വണ്ടിയുടെ പരിപാടി നടത്തുന്നതാണ് ഇവിടെ. വലിയ വണ്ടിയുടെ ടയർ കെട്ടുന്നത് ഇവിടെ തന്നെയാണോ? അത് തന്നെയല്ലേ? ആ മെഷീൻ തന്നെയാ. ഈ മെഷീൻ ഫുൾ സമയം പണി തന്നെയാവുന്നു അല്ലേ? മോട്ടറിലല്ലേ ഇത് വർക്ക് ചെയ്യണത്? അതെ. ആരയുടെ ഒരു മോട്ടർ. അപ്പുറത്ത് വേറെ മെഷീൻ ഉണ്ട് അല്ലേ? ഓക്കെ. ഇത് ചെറിയത് മാത്രമാണ് കേട്ടോ ചെയ്യണത്. വലിയ മെഷീനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയത് ഉരയ്ക്കണ മെഷീനാണെങ്കിൽ ഇവിടെ അതേ ഉണ്ട്. ഇത് തന്നെ വലിയ ടയറാണെങ്കിൽ ഇതേ കണ്ടോ, മുള്ളു. ഇതിന്റെ ബ്ലേഡും വ്യത്യാസം ഉണ്ടല്ലോ ചേട്ടാ. ഇതിന്റെ ശരിക്കും മുള്ളു പോലത്തെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം കേട്ടാ. നമ്മൾ ജാക്കി വെക്കുമ്പോൾ അടിയിൽ വെക്കണ കട്ടാന്ന് പറഞ്ഞില്ലേ, അത് ഈ സാധനമാണ് കേട്ടോ. മറ്റേന്റെ ബ്ലേഡ് ഇതേ സെയിം തന്നെ, പക്ഷെ ബ്ലേഡ് വ്യത്യാസം ഉണ്ട് അതിന്റെ. പിന്നെ ഇത് എങ്ങനെയാണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് ഞാൻ ചെത്തണത് ശരിക്കും കണ്ടിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ ടയർ വെക്കാന്ന് തോന്നുന്നു. ഈ ടയർ ഇതിന്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യായിരിക്കും അല്ലേ ചേട്ടാ, വലിയ ടയർ? എന്നിട്ട് അടുപ്പിച്ച് അതിന്റെ അവിടേക്ക് ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ തിരിച്ചാവും അല്ലേ? അതെ. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ കൊണ്ട് ചെന്ന് ഇതിന്റെ അടുത്തേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ടയർ ഇതിങ്ങോട്ട് കറങ്ങും. അപ്പൊ ടയറിന്റെ ആ കട്ടയൊക്കെ പോയി ഇത് എന്താ പറയാ ഗ്രിപ്പായി വരും. ഗ്രിപ്പിൽ ഒട്ടിച്ച് കഴിഞ്ഞാലേ രക്ഷയുള്ളൂ. അപ്പൊ നിലവിൽ ഇവിടെ ഇരിക്കുന്നതൊക്കെ ടയറുകളുടെ കട്ട ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിഡാസിന്റെ ഒക്കെ റബ്ബറുകളാണ് കേട്ടോ. ഒരു ദിവസം തന്നെ കുറേ ടയറുകൾ റിസോൾവ് ചെയ്യില്ല. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റബ്ബറുകളൊക്കെയാണ് ഫുള്ള് ഇരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ബ്ലേഡ് വ്യത്യാസമുണ്ട്. നേരത്തെ മുള്ളു പോലെയാണ്. ഇതിൻ്റെ ബ്ലേഡ് വേറൊരു ടൈപ്പാണ്. രണ്ട് സൈസാണ് ബ്ലേഡും കാര്യങ്ങളൊക്കെ. ചാവി അവൻ കൊണ്ടുപോയിട്ടുണ്ട്. മറ്റേ നീ എന്നെ നോക്കി വന്നതാ? അതെ, അവൻ കൊണ്ടുപോയി മാറ്റിയിടാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ കാർ അവിടെ ഫ്രണ്ടിൽ കിടക്കുന്നത് തന്നെ വേറെ വല്ല വണ്ടികൾ വന്നിട്ടുണ്ടാവും അലൈൻമെൻറ്റ് ചെയ്യാൻ. അതിൻ്റെ മുന്നിൽ കിടക്കുന്നത്. അപ്പോൾ അതൊന്നും മാറ്റിയിടാൻ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സംഭവം ശരിയാക്കാനായിട്ട്. ഇത് റബ്ബർ വെച്ചു അല്ലേ? നമ്മൾ പുറത്ത് റബ്ബർ വെച്ചു അല്ലേ? റബ്ബർ വെച്ചിട്ട് ചെറുതായിട്ട് ചെത്തി കളയും. പാച്ച് ചെയ്ത് കാണും എന്തായാലും അല്ലേ? ഇത് ഉൾവശത്തേക്ക് ഇടാം. അപ്പോൾ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ പ്രൊജക്ഷനായിട്ട് നിൽക്കില്ലല്ലോ. ഉള്ളിൽ വരാവുന്ന രീതിയിൽ നിറയ്ക്കാൻ പറയാം. അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഇതിങ്ങനെ ചെത്തി കളയൂട്ടാ. ഓക്കെ. ഇതാണ് നിങ്ങൾ ടയറൊക്കെ ചെത്താനും ഉപയോഗിക്കുന്ന കത്തി അല്ലേ? വാള് കത്തി. ഇതിന്റെ പേരെന്താ ചേട്ടാ? ഇത് അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ വേറെ എന്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കത്തിയല്ലേ? ഇതിനൊരു പ്രത്യേക കട്ടിങ് വാള്, കട്ടുവാൾ. കട്ടുവാൾ. ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എവിടെയോ ഞാൻ കണ്ടൂലൊരു ചാക്കില്. ഇത് കണ്ടു. ഇത് നിലവിൽ അവർ കട്ട് ചെയ്തിട്ടുള്ള പീസുകളാണ്. ഈ പീസുകളൊക്കെ
കത്തി കൊണ്ട് ചെത്തുമ്പോഴേക്കും റബ്ബറാന്ന് പറഞ്ഞിട്ട് പട്ടപ്പട്ടേന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരു ചെത്തിയിട്ടിട്ടുള്ളതല്ല തന്നെയല്ലേ ചേട്ടാ? ആ ഈ സംഭവം ഇപ്പം നിലവിൽ ഇത് റിസോർട്ട് ഞാൻ കയറ്റിയിട്ടുള്ളത് ഒട്ടിച്ചിട്ടുള്ളതൊന്നും ഇല്ല അല്ലേ? ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് ഇല്ല. അപ്പോൾ നമ്മുടെ പണി കഴിയുമ്പോഴേക്കും ഒരു ടയർ റിസോൾവ് ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. ഇപ്പോൾ എന്തായാലും നമ്മളുടെ ഇത് ഒന്ന് ഒട്ടിച്ചിട്ട് ഹീറ്റ് ചെയ്യട്ടെ നിലവിൽ ചേട്ടൻ, എന്നിട്ട് നമ്മളുടെ ഒന്ന് ശരിയാക്കട്ടെ. അവിടെ ഇത് അഴിക്കുകയാണോ അതായത് ഇത് ഊരി എടുക്കുകയാണോ ആ ചേട്ടൻ റിസോൾവ് ചെയ്തത്? കയറ്റാനാണ്. അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. കൂളിങ് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് നമ്മൾ പറഞ്ഞ കൂളിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 1000-ൻ്റെ ടയറാണ്. ഇത് എത്രേൻ്റെ ടയറാ ചേട്ടാ? 1000-ൻ്റെ 1120 അല്ലേ? ഇതിപ്പോൾ നിലവിൽ കയറ്റാൻ പോവാണ്. ഓ റീസോൾവ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അല്ലേ? അതിനി വേറെ വല്ലതും ചെയ്യണമെങ്കിൽ കാണിച്ചു തരാട്ടെ എങ്ങനെയായിരുന്നു എന്നുള്ള സംഭവം. ഇപ്പോൾ മെഷീൻ്റെ ഉള്ളിലേക്ക് പോവും, എയർ അടിക്കുന്നുണ്ട് അല്ലേ? ട്യൂബ് ഇട്ട് എയർ അടിച്ച് സംഭവം അകത്തും പുറത്തും ചൂടാക്കിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. കൂളിംഗ് ആകുമ്പോൾ ചൂടാക്കിയിട്ട് തണുപ്പിക്കുമോ? എന്താ ചെയ്യുക? ഇല്ല. പിന്നെന്താ കൂളിംഗ് എന്ന് പറയണത്? റബ്ബറിൻ്റെ വ്യത്യാസം അല്ലേ? അതിൻ്റെ ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്നുള്ളത് കറക്റ്റ് അറിയില്ല. ചേട്ടൻ അവിടെ നമ്മുടെ ടയർ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഹീറ്റ് ചെയ്യാനായിട്ട് ആദ്യം പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ട് വേണം ഹീറ്റ് ചെയ്യാനായിട്ട്. ഉണ്ട് ഇനി അങ്ങോട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒത്തി അങ്ങോട്ട് ഇരിക്കുക. അടിയിൽ നിന്ന് നമ്മൾ ചെയ്തിട്ടുള്ള പാച്ചും പിന്നെ അതുപോലെ മുകളിൽ നിന്ന് വെച്ചിട്ടുള്ള റബ്ബറിൻ്റെ ഇതും കൂടിയിട്ട് അവിടെ അങ്ങോട്ട് ഒട്ടി കഴിഞ്ഞാൽ പഴയ ഓട്ടം അങ്ങോട്ട് പോയി ക്ലീൻ ആവും. പിന്നെ എയർ അടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിലവിൽ മിഡാസിൻ്റെ തന്നെ പല വെറൈറ്റിയിലുള്ള കട്ടകളുണ്ട് കേട്ടോ. നമുക്ക് ഏത് സൈസ് കട്ട വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈസുള്ള കട്ട ചെയ്യാൻ പറ്റില്ല. അല്ല ഇന്ന ടൈപ്പ് മാത്രം എന്നൊന്നുമില്ല. അത് ഏത് ടയറിനും വെവ്വേറെ ഡിസൈൻസ് ഉള്ളതുണ്ട്. അത് നമുക്ക് കട്ട കൂടുതൽ വേണമെങ്കിൽ അതിൻ്റെ ഏത് ഇവിടെ കണ്ടു ഇവിടെ പല സൈസിലുള്ള കട്ടകളുടെ ഇതുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇന്നത് മതി എന്ന് പറഞ്ഞാൽ ഇന്നത്. അത് ചിലതിന് നന്നായിട്ട് മൈലേജ് കൂടുതൽ കിട്ടും, ചിലതിന് തീരെ കുറവും. പിന്നെ നമ്മൾ ചെളിയിലൊക്കെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഗ്രിപ്പുള്ള ഇതെന്തിനാവും കുറേ ഹോൺ അടിക്കണേ ഗ്രിപ്പൊക്കെയുള്ള കട്ടകളും ചെയ്യാൻ പറ്റും കേട്ടോ. എന്താ പറ്റിയേ? കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എന്നെ വിളിച്ചതാവുന്നു, കുറേ ഹോൺ അടിച്ചായിരുന്നു. അപ്പോൾ നിലവിൽ പുറത്തത്തെ മിഷനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൽ ബാലൻസിങ്, അലൈൻമെൻറ്റ്, പഞ്ചറൊട്ടിക്കൽ അങ്ങനെയുള്ള സംഭവം, ഉള്ളിൽ റീസോളിങ് അങ്ങനെയാണ് കേട്ടോ നടക്കുന്നത്. ഇപ്പോൾ ഈ ചേട്ടൻ ഇത് ഒരെണ്ണം ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് ഒട്ടിച്ചായിരുന്നോ ചേട്ടാ? ഈ മറ്റേ ഇത് ഒട്ടിച്ചുണ്ടോ? റബ്ബർ ഒട്ടിച്ചു അല്ലേ? ഇവിടെ വേറെ ഒട്ടിച്ചത് ഇരിക്കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒട്ടിച്ചത്? ഇല്ല അല്ലേ? അത് മുഴുവൻ ഇട്ട് കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോൾ ഊരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിക്കണം മുതലുള്ള ഒരു പ്രൊസീഡിങ് ഇതിൻ്റെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അടുത്ത ടയർ വന്നാലേ കാണാൻ പറ്റുള്ളൂ അല്ലേ? ഇതിപ്പോൾ എത്ര എണ്ണം നമ്മൾ ഒറ്റയടിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് 6 വരെ കയറ്റും ഒറ്റ പ്രാവശ്യത്തിൽ ചെയ്യാം അല്ലേ? ഈ ഒരെണ്ണം കയറ്റി കഴിഞ്ഞാൽ എത്ര സമയം വേണം അതുപോലെ തന്നെ ആവാനായിട്ട്? 3 മണിക്കൂർ അല്ലേ? 3 മണിക്കൂർ. മറ്റേത് 1.5 മണിക്കൂർ. ചെറുത് ഓട്ടോറിക്ഷയൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ. ഇത് 3 മണിക്കൂർ വേണം. 3 മണിക്കൂറിനുള്ളിൽ നമ്മുടെ കയ്യിൽ കട്ടയില്ലാത്ത ടയറില്ലേ, കട്ടയുള്ള ടയറായി മാറും. അതാണ് ഇതിപ്പോൾ നമ്മൾ ആ ടയറിലേക്ക് ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പുറത്തൊരു കവർ പോലത്തെ സാധനം ഇട്ടു കിട്ടാം. ഇത് കണ്ടോ? ഇതൊരു റബ്ബറിൻ്റെ ട്യൂബ് പോലെ തന്നെ ഇതിങ്ങനെ ഇരിക്കുന്ന ഒരു പീസ്. പിന്നെ ഉള്ളിൽ വേറെ ട്യൂബ് ഇടും, എന്നിട്ട് അതിനകത്ത് എയർ അടിക്കും. ഇതിൽ എയർ അടിച്ചതിന് ശേഷം ഇത് ഡിസ്ക് പോലത്തെ ഒരു സാധനം അപ്പുറത്തുനിന്നും വെച്ച് ടൈറ്റ് ചെയ്യും അല്ലേ? ഇവിടെ ഇഷ്ടംപോലെ മെഷീനറി ഇരിക്കും. ആ 3 എണ്ണം കൂള് ചെയ്യാനുള്ളത്. ഇത് കൂളല്ല, ഇത് സാധാ അല്ലേ? ഇത് ഈ മെഷീനൊക്കെ സാധാ ഇത് ചെയ്യണതല്ലേ? ഇതിൽ ടയർ ഉണ്ട് ഓൾറെഡി. ഇതിലും 3 മണിക്കൂർ തന്നെ വേണം വലിയ വണ്ടിയിലൊക്കെ ചെയ്യാനായിട്ട്? 2 മണിക്കൂർ. എല്ലാത്തിനും ഇതാണ് അല്ലേ? ഈ ഡിസൈൻ നമ്മുടെ ഈ ഒരു ഡിസൈൻ മാത്രമാണുള്ളൂ അപ്പോൾ ആപ്പയുടെ? അതെ അല്ലേ? അല്ല ഞാൻ ചോദിക്കണത് ഇത് ഓട്ടോറിക്ഷയുടെ അല്ലേ? ഓട്ടോറിക്ഷയുടെ ഇതൊരു എപ്പോഴും നമ്മൾ ഓട്ടോറിക്ഷ കണ്ടോണ്ടിരിക്കുന്ന സെയിം ഡിസൈൻ അല്ലേ? ഞാൻ ചോദിക്കുന്നത് ചേട്ടാ, നമ്മൾ റബ്ബർ ഒട്ടിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെയുള്ളതിന് ഏത് റബ്ബർ വേണമെങ്കിലും ഒട്ടിച്ചുകൂടെ? അല്ല ഏത് ഡിസൈനുള്ള റബ്ബർ വേണമെങ്കിലും ഒട്ടിച്ചുകൂടെ? ലോറികളുടെ മാത്രം അങ്ങനെയുള്ളൂ, ചെറുവണ്ടികൾക്ക് ഡിസൈൻ ഇല്ല. കൂളുണ്ടോന്ന് ചോദിക്കണേ? ചെറുവണ്ടികൾക്ക് കൂളുണ്ടോ? ഉണ്ട്. അതിവിടെ ഇല്ല. ചെറുവണ്ടികളുടെ കൂളുണ്ട്. ഓക്കെ. അതിലേത് വേണമെങ്കിൽ ചെയ്യാം. ഇതൊക്കെ കണ്ടില്ലേ ചെളിയിലേക്ക് വേണ്ടി, അതേപോലെ മരമൊക്കെ കൊണ്ടുപോകണ വണ്ടി ചെളിയിലേക്കും മണ്ണിലേക്കൊക്കെ പോകുന്ന ടൈപ്പ്. അത് ഇതിനകത്തേക്ക് കൊണ്ടുവയ്ക്കും അല്ലേ? ഇത് ആപ്പയുടെ, ഇത് ഓട്ടോറിക്ഷയുടെ അല്ലേ? ഓക്കെ. ഇത് മറ്റുള്ള നമ്മളുടെ വണ്ടിയുടെ പോലെ 756 അല്ലേ? 920. ഇത്
1020. ആ ഇതും 1020, അതായത് നമ്മുടെ 825 8.5. അതായത് നമ്മളുടെ ടിപ്പറിന്റെ വലിയ ടിപ്പറുകളുടെ അതേപോലെ മസ്തയുടെ അങ്ങനെ എല്ലാത്തിനും വെവ്വേറെ. ഇതിൽ വലിയ വണ്ടികളുടെ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ? എല്ലാം പറ്റും. ഞാൻ അത്ര വലിപ്പമുള്ള കാരണം ചോദിച്ചതാ. ഇതുവരെ അതിനകത്ത് കയറും അല്ലേ? ഇത് കൂളിങ് ചെയ്യണതാണ് അല്ലേ? ഗൈസ്, അപ്പോൾ ഇത് കണ്ടോ, ഇത് നിലവിൽ ഇപ്പോൾ കൂളിങ് ചെയ്യണതായതുകൊണ്ട് തന്നെ ആ മെഷീൻ്റെ ഉള്ളിലേക്ക് തന്നെ വെക്കും. ഇനി ഇതിനകത്ത് ഇതിലും ഒരു ഡിസ്ക് പോലത്തെ സാധനം ഫിറ്റ് ചെയ്ത്, ഇതെങ്ങനെയാണ് ലോക്കിംഗ് സിസ്റ്റം ആണോ ചേട്ടാ ഈ ഡിസ്കിൻ്റെ ഇതുപോലെ? അത് ഇതല്ലേ? അതെ, ഇവിടെ ഒരു ലോക്ക് കണ്ടോ, ലോക്ക് പോലത്തെ സംഭവം ഉണ്ട്. അത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ടൈറ്റ് ചെയ്തിട്ട് നേരെ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് തുറന്നിട്ട് വെക്കുമ്പോൾ ഒന്ന് ഞാൻ നോക്കി നോക്കണം. ഞാൻ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ല എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ വെക്കില്ല അല്ലേ? അതെല്ലാം ഈ 6 ആയതിന് ശേഷമായിരിക്കും വെക്കുള്ളൂ അല്ലേ? ഇതിൽ പ്രഷർ കൊടുത്ത് 3 മണിക്കൂർ വെക്കുമ്പോൾ അടുത്ത് കണ്ടില്ലേ പ്രഷറിൻ്റെ സാധനങ്ങളും സംഭവങ്ങളൊക്കെ. ഇത് കൊടുത്ത് എല്ലാം വെച്ച് 3 മണിക്കൂർ. അല്ല ചേട്ടാ, അപ്പോൾ ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ഇപ്പം ഇതിന് വലിയ ടയറിന് 3 മണിക്കൂറാന്ന് പറയുമ്പോൾ ആ ചെറിയ ടയറിന് കുറച്ച് സമയമല്ലേ വേണ്ടൂ? 2 മണിക്കൂറല്ലേ? അപ്പം അങ്ങനെ ഇതിന് വരുമ്പോൾ പ്രശ്നമൊന്നും കുഴപ്പമൊന്നും വരില്ല. അല്ല, അതിന് പലതും പല ടൈം പറഞ്ഞാൽ ഞാൻ ചോദിച്ചത്. അങ്ങനെ ചെറുതും വലുതും ഒറ്റയടിക്ക് അതിനകത്ത് വെക്കുമ്പോഴേ പ്രശ്നം 3 മണിക്കൂറാണല്ലേ? ഓക്കെ. ഏത് ടയറായാലും അതുകൊണ്ടല്ലേ? അത് പച്ച റബ്ബറിലാണ് ഈ കട്ട് ചെയ്ത് നമ്മൾ ഡിസൈൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഓൾറെഡി ഇങ്ങനത്തെ ഡിസൈനായിട്ട് വരുന്നതായ വേവിച്ച ടയർ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും 3 മണിക്കൂർ നിലവിൽ വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടാനുള്ള ടൈമും അതേപോലെ വെന്തിട്ടുള്ള റബ്ബർ ആയതുകൊണ്ടുള്ള വ്യത്യാസം. ഇത് കണ്ടില്ലേ ചേട്ടൻ ട്യൂബും സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് കുത്തി നിറച്ച് ഒരു സൈഡ് ഡിസ്ക് ഇട്ടു. ഇനി എയർ അടിക്കും കേട്ടോ. ഈ പുറത്തത്തെ സാധനത്തിൽ എയറോ സാധനങ്ങളൊന്നും കൊള്ളില്ല, വെറുതെ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ അല്ലേ? മിനിമം 30 മിനിറ്റ് കഴിയണം അല്ലേ നമ്മുടെ ടയർ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ? ഹീറ്റാക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അടിയിലത്തെ മുകളിലത്തെയും കൂടി കണ്ടു പ്രസ് ചെയ്തിട്ട് അങ്ങനെ. ഇത് എഡ്ജൊന്നും കംപ്ലൈൻറ്റ് വരില്ല അല്ലേ? അങ്ങനെ ആയതുകൊണ്ട് ഇല്ല. 24 മിനിറ്റ്. 24 താഴത്തേക്ക് 30 നമ്മൾ സെറ്റ് ചെയ്യുക. അതിങ്ങനെ കുറഞ്ഞ് ഇനി 24 മിനിറ്റ് കൂടി വേണം അല്ലേ? അപ്പോൾ ടയറിൻ്റെ ആ ഭാഗം മാത്രമാണ് ചൂടാവുള്ളൂ. വേറുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല എന്നല്ലേ? ഓക്കെ. എന്ത് മെഷീൻ? സ്പോട്ടർ മെഷീൻ. ഓരോന്നിനും ഓരോ പേരുണ്ടല്ലേ? ഈ കട്ടിങ് മെഷീൻ വല്ല പേരുണ്ടോ? ബഫർ. ബഫർ. പിന്നെ റീസോളിങ്ങിൻ്റെ ഇതിന് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒന്നുമില്ല. ഇത് വെറുതെ ടയർ കയറ്റി വയ്ക്കാനുള്ള സംഭവമല്ലേ ഉള്ളൂ. നമ്മുടെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയതാണ് കേട്ടോ. നമ്മുടെ വണ്ടി എപ്പോൾ കൊണ്ടുവരുമ്പോഴും ഇവിടുത്തെ പിള്ളേർ ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കും. ടയറിന് വല്ല കംപ്ലൈൻറ്റോ കാര്യങ്ങളോ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ലായിരിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ഈ 5000-ൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയുള്ളൂ. ചെറിയ ടയർ ചെത്തലോ സ്റ്റിയറിങ് വെട്ടലോ ഒക്കെ നമ്മൾ സ്ഥിരം ഓടിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയില്ല. പക്ഷേ ഇവർ ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ അവർക്ക് അപ്പം തന്നെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വരുമ്പോൾ വെറുതെ പറയും ഒന്ന് ഓടിച്ചു നോക്കടാന്ന്. അപ്പോൾ ഇവനെ ഓടിച്ചു കൊണ്ട് നിർത്തിയുള്ളൂ. ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. നിലവിലിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയുണ്ടെന്ന് പറയുന്നത്. കാരണം ഒന്നും ചെയ്തിട്ടില്ല. നമ്മളുടെ എനിക്ക് തോന്നുന്നു 5000 കിലോമീറ്ററിന് അടുത്തായി നമ്മൾ അലൈൻമെൻറ്റ് ചെയ്തിട്ട്. ഇപ്പോഴും വേറെ പ്രശ്നമൊന്നുമില്ല, ചെയ്യാറായിട്ടില്ല. ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നുള്ളൂ. ചെത്തിപ്പോവുക അല്ലെങ്കിൽ അങ്ങനത്തെ കേസുകളോ ഒന്നുമില്ല. ടയറിൻ്റെ അലൈൻമെൻറ്റ് ബാലൻസിങ് അങ്ങനെ തെറ്റി കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുടച്ചിലോ അല്ലെങ്കിൽ ഓടിക്കുമ്പോൾ സുഖമില്ലായി അങ്ങനെയൊക്കെ വരുള്ളൂ. അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. അവൻ ഓടിച്ചു നോക്കി പെർഫെക്റ്റാന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ തൃശ്ശൂരത്തെ ദേവമാതാ സ്കൂൾ എന്ന് പറയുന്ന സംഭവം. ഈ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരത്തെ ഏറ്റവും പേരെടുത്തിട്ടുള്ള സ്കൂളിൽ ഒന്നാണ് കേട്ടോ. എവിടെയാണ് പഠിക്കുന്ന ദേവമാതയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പേരായി. കാരണം ഇവിടെയാണ് ഏറ്റവും വലിയ കാശുകാരുടെ പിള്ളേർ മുഴുവൻ പഠിക്കുന്ന സ്കൂള് ആണ് ദേവമാത. നമ്മുടെ ഹീറ്റിങ്ങിൻ്റെ സംഭവം എന്തെങ്കിലും കണ്ടില്ല, 000 ആയി. അപ്പോൾ ഹീറ്റിങ് കഴിഞ്ഞു, എന്നാലും പ്രസ്സിങ് ഉള്ളത് എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ആ ചേട്ടൻ വേറെ വർക്കിലായിരിക്കും. ഇപ്പോൾ ആൾ വന്നിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. എയറൊന്ന് അടിച്ച് നോക്കാം. എയർ അടിച്ച് നോക്കിയിട്ട് ഇത് ഓക്കെ ആണെങ്കിൽ ഈ ടയർ ഇനി നമുക്ക് ഇടാം. മറ്റേ ടയർ സ്റ്റെപ്പിനി ടയർ എടുത്ത് വീണ്ടും നമ്മുടെ സ്റ്റെപ്പിനി ആയിട്ട് തന്നെ വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക്. വലിയ വണ്ടികളുടെ ടയർ കണ്ടോ? ഇത് പുത്തൻ ടയറാണോ? ഇത് ഇവിടെ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക പുത്തൻ ടയറാണോ അല്ലേ എന്നുള്ളത്. ഇത് കണ്ടിട്ട് പുത്തൻ ടയർ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ വേറെ ചെത്തിയിട്ടുള്ളത് ഒട്ടിച്ചിട്ടുള്ളതിൻ്റെ ആയിട്ടുള്ള വേറെ യാതൊന്നും കാണുന്നില്ല നിലവിൽ. ഇത് ഒട്ടിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അവരോട് ചോദിച്ചാൽ തന്നെ അറിയുള്ളൂ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. റീസോളിംഗ് ആണ്. അതെ ഇതിൻ്റെ അവിടുത്തെ ഒരു ചെറിയ ഇത് റീസോളിംഗ് അല്ല. ശരി കേട്ടോ, മനസ്സിലാവുന്നുണ്ട്. ഒറ്റ നോട്ടത്തിന് ആദ്യം കാണുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ പിന്നീട് മനസ്സിലായി. കണ്ടില്ലേ ബസ്സിൻ്റെ ഒക്കെ. ഇത് എത്രേൻ്റെ ടയറാണ്? 1120. ഓക്കെ. MRF-ൻ്റെ ഇതൊക്കെ റേഡിയോ ടയറുകൾ തന്നെയാണ് കേട്ടോ. പിന്നെ ബ്രിഡ്ജിസ്റ്റോണിൻ്റെ ഒക്കെ വലിയ ടയർ ഞാൻ അപൂർവ്വം കണ്ടിട്ടുള്ളൂ കേട്ടോ. MRF, ബ്രിഡ്ജിസ്റ്റോൺ, പിന്നെ വേറെ കമ്പനികളൊന്നും കാണില്ല. ഇതൊക്കെ MRF തന്നെയാണ്. MRF-ൻ്റെ ഒക്കെ ഇത് കൂൾത്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് മിച്ചിലീൻ്റെ ഉണ്ട്. മിച്ചിലീൻ്റെ ടയർ കിടക്കേണ്ട ഇവിടെ.
പിന്നെ ഏതാ, ഇത് റിസോൾട്ട് ടയർ അല്ല എന്നുള്ളത്. അതാ ഇത് റിസോൾട്ട് ടയർ ആണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇത് എഴുതിയിട്ടുണ്ട് മിഡാസിൻ്റെ റബ്ബർ കണ്ടു. മിഡാസിൻ്റെ റബ്ബർ എടുത്താണ് ചെയ്യണത്. അത് തന്നെയല്ലത് ഇവിടെ ഇങ്ങനെ ഒരു ഒട്ടിച്ച പാടും സാധാരണ അതൊക്കെ വരും. ഇതിമ്മ കണ്ടു ഒട്ടിച്ച പാട്, ഇതിമ്മിൽ ഒട്ടിച്ച പാട് കണ്ടോ, ഇത് കണ്ടാലും അറിയാം ഒട്ടിച്ച പാട് ഇതുമേയുണ്ട്. പക്ഷേ ഇതുമ്മ ഒട്ടിച്ച പാടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ പുത്തൻ ടയർ. പക്ഷേ ഇത് കണ്ടിട്ട് മനസ്സിലാവണമില്ല. അപ്പം അങ്ങനെ ചെറിയ ഡൗട്ട് എനിക്കുണ്ട്. നോക്കിയൊരു ടയറിൻ്റെ മായ ലോകം നിറച്ചും ടയറുകൾ, ഫുള്ള് ടയറുകൾ അവിടെ നോക്കി കഴിഞ്ഞാൽ മാറ്റിയതും മാറ്റാത്തതും റീസോൾ ചെയ്യാൻ അയച്ചതും പുത്തനും ഒക്കെ ആയിട്ട് കൊടുക്കാനുള്ള ടയറുകളാണ്. 100 റുപ്യ കൊടുക്കാനുള്ള ടയറുകളാണ് മൊത്തം. 200, 300, 500, 1000. ഇതെനിക്കറിയില്ല, അതാ ചോദിക്കണത്. എല്ലാം കൂടിയിട്ടല്ല ചോദിച്ചു, ഒരു ടയറിൻ്റെ കാര്യം ചോദിച്ചാൽ. സ്ക്രാപ്പ് നോക്കി കംപ്ലൈൻ്റ് ആയി കൊള്ളാത്ത ടയറുകളൊക്കെ കിടക്കണം. പക്ഷേ ഇത് എല്ലാത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഓടാനുള്ള ടയറുണ്ടല്ലോ. അത്രയും ടയറുണ്ട്. ഈ ടയറൊക്കെ കളഞ്ഞിട്ട് പോയിട്ടുള്ളത് അല്ല ഞാൻ ചോദിക്കുന്നത്. ഈ ടയറിനൊക്കെ എന്ത് പ്രശ്നമായിട്ടാണ് ഇതൊക്കെ കളഞ്ഞേക്കണേ? ഇത് നോക്കിയിട്ടോ. ഏതെങ്കിലും കല്ലിയൊക്കെ കൊണ്ട് കയറ്റിയിട്ടില്ലേ, സൈഡ് പൊളിഞ്ഞിട്ടുണ്ടാവൂല്ലേ? വണ്ടിയാ ഇത്. എത്ര ഉണ്ട്? പോരുന്നുള്ളൂല്ലേ? എണ്ണം കിട്ടണോ? അതേപോലെ കട്ടികൾ എന്തോരം ടയറുകളൊക്കെ കിടക്കണം. ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊളിയൊക്കെ ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ പൊട്ടിയത് പാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാവില്ല. സംഭവം അങ്ങനെയുള്ള ടയറുകളൊക്കെ കൊണ്ട് കളയാട്ട് ആർക്കും വേണ്ടാണ്ട്. കുഴപ്പമില്ല, നമുക്ക് വേണ്ട. എന്തായാലും നമ്മളുടെ ചേട്ടനെ കാണാനില്ല എവിടെയാന്നുള്ളത്. ആൾ വന്നിട്ട് വേണമെങ്കിൽ ടയർ അയച്ചിട്ട് നമുക്ക് പോകാനേ. നമ്മളുടെ ടയർ ചൂടായി ഓഫ് ചെയ്തിട്ടുണ്ട് നിലവിൽ. ഇനിയിപ്പോൾ ഇത് ഊരാൻ പോവാണ് കേട്ടോ. അത് ഊരിനേക്കാളും മുന്നേ ചേട്ടൻ ഇവിടെ ഒരു ഓട്ടോറിക്ഷയുടെ ടയർ നിലവിൽ ഒട്ടിക്കാൻ പോവാണ്. അതൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നിലവിൽ ഗ്രിപ്പൊന്നും ഇല്ല കേട്ടോ. ഗ്രിപ്പൊക്കെ നമ്മൾ ചൂടാക്കിയിട്ട് അതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് വരുള്ളൂ. ഇത് റബ്ബർ മാത്രം, പച്ച റബ്ബറാണ് ഒട്ടിക്കണത് അല്ലേ? ഇതുമ്മിലും ഒരു പശ ഉണ്ടാവും, പിന്നെ നമ്മൾ അതുമ്മിലും പശ തേച്ചിട്ടുണ്ട്. അപ്പം നിലവിൽ 2 സ്ഥലത്തും പശയുണ്ട് കേട്ടോ. ഇങ്ങനെ റൗണ്ട് തിരിച്ച് ഇനി മൊത്തം അങ്ങോട്ട് ഒട്ടിക്കും. ഇത് കൂളിംഗ് ആണെങ്കിൽ ഇതുമ്പോൾ കട്ട ഓൾറെഡി ഉണ്ടാവും. ഇതിപ്പോൾ കൂളിംഗ് അല്ലാത്തതുകൊണ്ടാണ് കട്ട ഇല്ലാത്ത നിലവിൽ. ഇത് മിഡാസ് തന്നെയല്ലേ? എല്ലാ വണ്ടിക്കുള്ളത് ഇറങ്ങണ്ടല്ലേ മിഡാസിൻ്റെ ഇതിൽ? 100 പ്രാവശ്യം റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എത്ര കാലം കിട്ടും, അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും? കൂടുതൽ കിട്ടും അല്ലേ? പുതിയ ടയർ ഒരു 20,000 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ ഇത് 25,000 കിട്ടുമെന്നല്ലേ? ഓക്കെ. ഇത് ഇനി എന്നിട്ട് അവിടെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യും. എങ്ങനെയാണ് റബ്ബർ കട്ട് ചെയ്യുക? ഓക്കെ. പാരൻസ് അതേപോലെ തന്നെ അവിടെ എടുത്ത് വെച്ചു. ഈ ചേട്ടൻ ഇത് കറക്റ്റ് ചെയ്ത് നമ്മുടെ ചൂടാറണമെങ്കിൽ ഇനി സമയം എടുക്കും അല്ലേ? 5 മിനിറ്റ് മതി. ഇത് ചെരിച്ചങ്ങോട്ട് കട്ട് ചെയ്യും കേട്ടോ. ആ സൈഡ് ചെരിച്ചങ്ങോട്ട് കട്ട് ചെയ്തു. അവിടെയും പശ ഇത്തിരി തേക്കും. ഇതാണല്ലേ പശ? ഓക്കെ. പശ തേച്ചു. റബ്ബറിന് വേണ്ടിയുള്ള പശ. ഓക്കെ. അത് കുറേ നേരം വെക്കണം അല്ലേ പശ വെച്ചിട്ട്? അതേപോലെ തന്നെ 5 മിനിറ്റ് അതങ്ങനെ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ പശ തേച്ചേക്കുക. ഇനി ഈ സൈഡും ചിലപ്പോൾ ചിരിക്കുമോ? ആ സൈഡ് ചിരിക്കുമോ? ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ. ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ടച്ച് ഇടിക്കുക. ഇനിയിപ്പോൾ ഈ ചെത്തിയത് ഒട്ടിച്ചതൊന്നും കാണില്ല കേട്ടോ. പ്രസ് ചെയ്ത് വരുമ്പോൾ ഒന്നും അറിയുപോലും ഇല്ല. ഒക്കെ ഒരേപോലെ ആവും. അടിച്ച് സെറ്റ് ചെയ്യും. കണ്ടോ? ഒട്ടലപ്പോൾ കറക്റ്റാവും. നമ്മൾ വെറുതെ വെക്കുമ്പോൾ ചെറിയ ഗ്യാപ്പൊക്കെ തോന്നും. പക്ഷേ ഈ കമ്പ് കൊണ്ട് അടിച്ച് ടൈറ്റ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ പഞ്ചർ കാണാനല്ലേ ബായ്? പഞ്ചർ കാണാനല്ലേ? പാനിയുടെ ഉള്ളിലിടാ. പാനിയമേ മുക്ക്. ബെഡാണോ? ബെഡാണെങ്കിൽ കുഴപ്പമില്ല. കാണലില്ല, കണ്ടിട്ടില്ല. ഭായിയുടെ സ്ഥലം എവിടെയാ? കിധർ പ്ലേസ്? आपका प्लेस किधर है? गाँव वेस्ट बंगाल. नागपुर. കേട്ടിട്ടുണ്ട്. मालूम नहीं है. इधर कितना साल है? पहला. ആദ്യമായിട്ട് വന്നിട്ടുള്ളതാണോ? അപ്പോൾ ഇവിടുത്തെ വെസ്റ്റ് ബംഗാളും ശരിക്കും പറഞ്ഞാൽ ആസാം, അതുപോലെ തന്നെ ബംഗാൾ, പിന്നെ ഇവിടെ ബീഹാർ, ഒറീസ, ഈ സ്ഥലങ്ങളിലൊന്നും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 18 വയസ്സ്
ടു ഒരു 25 വയസ്സിൻ്റെ ഉള്ള ഒറ്റ ആൾക്കാരുണ്ടാവില്ല. സകല ആൾക്കാർ നമ്മുടെ കേരളത്തിലാണ്. എല്ലാ പണിക്ക് നോക്കി കഴിഞ്ഞാലും, ഹോട്ടലിൽ നോക്കിയാലും, ടയർ കടയിൽ നോക്കിയാലും, മുടിവെട്ട് കടയിൽ നോക്കിയാലും എല്ലായിടത്തും ഇവരുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 5 കൊല്ലക്കടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു 10 കൊല്ലക്കടി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഇവരുടെ ആൾക്കാരുകൾ മാത്രമാവും. എന്തായാലും കുറേ കാലങ്ങൾക്ക് ശേഷം ഇവരെ മാത്രമാവും നമുക്ക് കാണാൻ പറ്റുക. ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ടയർ ഇവിടെ എടുത്ത് വെച്ചു കണ്ടോ. ഇനി ഇതെന്തോ സൈഡ് മോൾഡിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ഇതൊന്നും അറിയില്ല കേട്ടോ. അത് ഒട്ടിപ്പാണോ അല്ലെങ്കിൽ റീസോൾ ചെയ്താണ്. ഇതേപോലെ ഇരിക്കുന്നത് കണ്ടോ. അതൊക്കെ റീസോൾ ചെയ്ത ടയർ അപ്പോൾ മനസ്സിലാവുന്നില്ല. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ലേ. അപ്പോൾ ഇത് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത്ഭുതം, പഞ്ചർ ഒട്ടിക്കാൻ വന്നിട്ട് വണ്ടിയുടെ എല്ലാ ടയറുകളും ഊരിയേക്കണ്. വേണ്ടാ നിന്റെ പേരെന്താ? അക്രമമായി പോയില്ലടാ. ഞാൻ 5 മിനിറ്റ് മാറിയപ്പോഴേക്കും ടയറൊക്കെ ഏട്ടാ 4 ഊരിയാ. ഗായ്സ് നോക്കിയേ. ഇത് ഇടണ്ട എന്തായാലും, കാരണം വെച്ചാൽ ഇത് മാറ്റിയിട്ട് മറ്റേ ടയർ ഇട്ടാൽ മതി. എന്റെ പൊന്നെ, അല്ലടാ ആരും നിന്റെ അടുത്ത് ടയർ ഊരാൻ പറഞ്ഞു. ചേട്ടാ ഒരു ചായ തന്നോട്ടോ, ഒരു ചായ എടുത്തോ. ആര് ടയർ ഊരാൻ പറഞ്ഞാൽ വെറുതെ വന്നതാണല്ലോ, ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ടാവൂലേ. അത് കളിക്കാം എന്തായാലും. വേറെ ടയർ അയച്ചപ്പോൾ വേറെ നമ്മളൊന്നും കണ്ടില്ലല്ലോ. വെരി ഗുഡ്. ഇപ്പൊ എനിക്ക് വലിയൊരു ബില്ല് തന്നേനെ ടയറൊക്കെ അഴിച്ച് മാറ്റിയിട്ടെന്ന് പറഞ്ഞിട്ടല്ലേ. നന്നായി, ഭാഗ്യം. റൊട്ടേഷൻ ചെയ്യാനൊന്നുമില്ലല്ലോ അയച്ചത് എനിക്ക്. ഇത് സ്റ്റെപ്പിന് കേട്ടോ. മറ്റേ കൊണ്ടുവരുന്ന ടയർ ഈ സ്ഥലത്തേക്ക് ഇട്ടാൽ മതി. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. എൻ്റെ പൊന്നെ, നീ ഇപ്പോൾ കണ്ടില്ല, അപ്പോൾ അഴിക്കണത് കണ്ടില്ലേ. അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തു. ഭാഗ്യമായി, ഇല്ലെങ്കിൽ പണി പാടിയാണ്. ചേട്ടാ ചായ എടുത്തായിരുന്നോ? ചേട്ടാ എനിക്കാണോ ചായ? ഒരു ചായ കുടിച്ചിട്ട് ഇനി അടുത്ത പരിപാടി കേട്ടോ. കറക്റ്റ് ഒരു ചായ കുടിക്കണമെന്ന് വിചാരിച്ചുള്ളൂ. അപ്പോഴേക്കും ചായക്കാരൻ ചേട്ടൻ വന്നു. ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ ഈ ടയർ ഫുള്ള് ചെത്തല്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്ര കട്ടുള്ളെങ്കിൽ പിന്നെ ഓടാൻ പറ്റില്ല. ഇനി പുതിയ ത്രെഡ് ചെയ്തിട്ട് വേണം. അപ്പോൾ റീസോൾ ചെയ്യാന്ന് പറഞ്ഞത് ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിന് നമ്മൾ ചെത്തി കളയാനാണ് പോണത്. ആ ബ്ലേഡിൻ്റെ ഉള്ളിലേക്ക് വെക്കും ഈ സാധനം. എന്നിട്ട് ചെത്ര കാണിച്ചു തരാം കേട്ടോ. അതെങ്ങനെയാന്ന് ഇങ്ങനെയൊക്കെ ഫിക്സ് ചെയ്യും. ഇനി എന്നിട്ട് അതിൻ്റെ പണികൾ വല്ല അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ മെഷീനുമേ? അളവ് കറക്റ്റ് ചെയ്യണം അല്ലേ? അളവ് കറക്റ്റ് ചെയ്ത് ചെത്ര കളയാനാണ് കേട്ടോ ഏറ്റവും ഭംഗി. തെറിച്ചിങ്ങനെ പോവും മെഷീൻ്റെ. കണ്ട ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ട് കണ്ട. ബ്ലേഡും അതുപോലെ തന്നെ ഈ സാധനം ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അളവിൽ നോക്കി ഇങ്ങനെ വെക്കും കേട്ടോ. ചെളി പോണതല്ല, റബ്ബർ മുകളിലത്തെ അങ്ങോട്ട് ചെത്തി കളയണതാണ് കേട്ടോ. നമ്മുടെ കണക്ക് പ്രകാരം ഈ ടയറൊക്കെ ഇനിയും ഞങ്ങളൊരു 10-2000 കിലോമീറ്ററൊക്കെ ഓടിക്കും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ലോങ് പോണ വണ്ടിയൊക്കെ ആണെങ്കിൽ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇടയിൽ നിർത്തി റിസോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ചെത്തി കളയണതാണ് ഇവർ. എന്നിട്ട് അങ്ങോട്ട് ചെയ്യും. ടയറിന് കരിഞ്ഞ മണം ശരിക്കും. ഇത് കേട്ടോ, ഇങ്ങനെ വരും ഫുള്ള്. അതേപോലെ തന്നെ ഇവിടെ കണ്ടോ. ചേട്ടാ പഴയ കാലത്തൊക്കെ ഈ സംഭവം നമ്മളുടെ കത്തി കൊണ്ട് ചെത്തി കളയിലല്ലായിരുന്നോ മൊത്തം പഴയ കാലത്ത്? ഇപ്പം ഇല്ല അല്ലേ? അതാണ് ഞാൻ ചോദിച്ചത് നേരത്തെ. അതുകൊണ്ടാണോ ചെത്തണേന്ന്? ഒരക്കിലായിരുന്നു. ആ പരിപാടി ഇല്ലപ്പോൾ. അതിന് പകരമാണ് ഈ മെഷീൻ. യെസ്, ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. പഴയ കാലത്തൊക്കെ ഞാൻ നമ്മുടെ ടയർ ജീപ്പിൻ്റെ ഒക്കെ റീസോൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് മറ്റേ പാടാണ് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് മറ്റേ കത്തി വെച്ച് ചെത്തിയിട്ട് ഈ സാധനം വെച്ചിട്ട്, ഈ സാധനമല്ല അത് കൈ കൊണ്ട് തന്നെ ഉരച്ച് ഗ്രിപ്പാക്കാൻ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ മെഷീൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിപ്പോൾ പുതിയൊരു മെഷീനറി വന്ന പുതിയതൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ചെറുപ്പത്തിലാണ് നമ്മൾ അങ്ങനെ കൈ കൊണ്ട് ചെത്തണം കണ്ടിട്ടുള്ളത്. നമ്മൾ പറയും ടയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കട്ട കഴിയുന്നേക്കാളും മുന്നേ റീസോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാ ഉറപ്പ് കിട്ടുമെന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ തീരാറായതാണെങ്കിലും അതേപോലെ കട്ട ഉണ്ടെങ്കിലും ഇവിടെ വന്ന് കഴിയുമ്പോൾ ഒക്കെ ചെത്തി കളഞ്ഞിട്ടാണ് രണ്ടാമത് ഈ സംഭവം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കട്ടയുള്ള ടയറിന് കൂടുതൽ ബലം കിട്ടുക അങ്ങനെയൊന്നുമില്ല. നിലവിൽ ഇവർ ഒട്ടിക്കേണ്ട ഭാഗത്തിന് എല്ലാ ടയറും ഒരേപോലെ തന്നെ കട്ട് ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ അത് കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഓടി തീർത്തിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത്രയധികം നാൾ ഉപയോഗിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് ചെത്തി കണ്ടു. ആദ്യത്തെ ഒരു ലെയർ വിട്ടു. രണ്ടാമത്തെ ലെയറാണ് ഇപ്പോൾ വിടുന്നത്. രണ്ടാമത്തെ ലെയറും വിട്ട് ഫുള്ള് അതിൻ്റെ ഉള്ളിലത്തെ വര അടക്കം കളയും. അപ്പോൾ ആ തിക്നെസ് വരെ എല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഫുൾ റഫിലേക്ക് വരിക. അതായത് ഒരു പാണ്ടോ ചൂട്ടോ ഒന്നും ഇല്ലാണ്ട് ഫുള്ള് കറുത്ത ഇത് മാത്രം. ഇപ്പോൾ നമുക്ക് ആ വരകൾ കാണുന്നുണ്ട്. ആ കറങ്ങണ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. സംഭവം നിലവിൽ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഫുൾ ചെത്തി കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഏറെക്കുറെ കഴിഞ്ഞു കേട്ടോ. കണ്ടോ, ഇതിൽ ഒരു ഓട്ടയായിട്ടുണ്ടല്ലേ നിലവിൽ.
കല്ലടിച്ചിട്ടല്ലേ? ആ ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഓട്ടകൾ ഉണ്ടെങ്കിൽ അറിയുള്ളൂ കേട്ടോ. അതേ കല്ലടിച്ചിട്ട് പല സ്ഥലത്തും ഉള്ളിലേക്ക് ഓട്ട ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാച്ച് ചെയ്യേണ്ടി വരും. നിലവിൽ ഉള്ളിലേക്ക് കാണുന്നില്ല അല്ലേ? നമ്മുടെയൊക്കെ ടയറുകൾ ഇടയ്ക്ക് റീസോൾ ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് നിലവിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ഓടി കഴിഞ്ഞ ടയർ കൊണ്ടുപോകും. ചെത്തി കഴിയുമ്പോഴാണ് ഇതേപോലെ ഉള്ളിൽ ഇതേപോലെ നല്ല ആഴത്തിലായിട്ട് ഉള്ളിലേക്ക് പതിഞ്ഞുണ്ടെങ്കിൽ പണി കിട്ടും. ഇതിൽ വേറെ സ്ഥലത്ത് എവിടെ ഇല്ലാന്നുണ്ടല്ലേ? ചെറുതായിട്ട് അവിടെ ഇവിടേക്ക് ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യും. ഇപ്പൊ പേച്ചല്ലാണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് റബ്ബർ മാത്രം വെച്ച് അടയ്ക്കുമോ? വെറുതെ റബ്ബർ വയ്ക്കും അല്ലേ? ആ കല്ലിരിക്കുന്നു വേണ്ട, കല്ലൊക്കെ ഉള്ളിൽ കയറിയിരിക്കേണ്ടതൊക്കെ. സാധാരണ ആൾക്കാർ ടയറൊക്കെ റീസോൾ ചെയ്യാൻ കൊടുത്തിട്ട് അങ്ങോട്ട് പോവുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഈ പേച്ച് ഉണ്ടായിരുന്നാ നല്ല ടയറായിരുന്നല്ലോ എന്ന് പറയും. പക്ഷെ ചെത്തി കഴിയുമ്പോൾ അതൊക്കെ അറിയുള്ളൂ. നമ്മൾ ചെത്തണ വരെ ഈ ടയർ അടിപൊളിയല്ലായിരുന്നു. നല്ല കട്ടിയുള്ള അടിപൊളി ടയറായിരുന്നു. അത് നോക്കി എത്ര പാച്ച് പോലത്തെ റബ്ബർ വെക്കേണ്ട സ്ഥലങ്ങൾ എത്ര സ്ഥലങ്ങൾ വന്നു നോക്കി കഴിഞ്ഞു. ഇപ്പം അത് നല്ല താഴ്ചയിൽ ഉള്ളിലേക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് പാച്ച് ചെയ്തിട്ട് വേണം ആ സാധനം റബ്ബർ വെക്കാനായിട്ട്. കുത്തിയൊക്കെ ഉണ്ട് ഇല്ല അല്ലേ? ആ ഉള്ളിലേക്ക് വലിയ കാര്യമായിട്ടില്ല. നിലവിലിത് ചെത്തിക്കഴിഞ്ഞു. എന്നിട്ട് നേരത്തെ അവിടെ ചേട്ടൻ ചെയ്ത പോലെ തന്നെ ഇതേപോലെ ഇനിയിപ്പോൾ പശ തേച്ച് ഈ വക സംഭവങ്ങൾ ഒട്ടിക്കും. അപ്പോൾ ശരി കേട്ടോ. എന്നാ ഓക്കെ കേട്ടോ ചേട്ടാ. ശരി കേട്ടോ, താങ്ക് യു. അപ്പോൾ നമ്മുടെ അവിടുത്തെ പരിപാടി എന്തായി എന്നുള്ളത് നോക്കാം. കിട്ടി ഗായ്സ്, നമ്മുടെ ടയർ കിട്ടി. അവിടെ ഒരു ബൾജിങ് വന്നിട്ടല്ലോ? ഇല്ല, അത് വരുത്തോന്നില്ല. തള്ളിച്ചൊന്നും കംപ്ലൈന്റ് നല്ല ഇങ്ങനെ ചാട്ടം പോലത്തെ സംഭവം വരുമോ? വരില്ല. നീ പറഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയില്ല. സംഭവം കണ്ടു കഴിഞ്ഞാൽ അറിയാം അവിടെ പാച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അല്ലേ? സംഭവം അറിയും പാച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാം. അപ്പൊ കാണില്ല, അപ്പൊ കറക്റ്റായി. അപ്പൊ എന്തായാലും നമ്മളുടെ ഇല്ല കുഴപ്പമില്ല. അപ്പൊ നിലവിൽ നമ്മളുടെ ടയർ അപ്പം ഇനിയിപ്പോ ഇതെങ്ങനെ പോയാലും 5000 ഓടില്ലടാ. ഇതില്ലാന്ന് പറഞ്ഞ ഇത്ര നല്ല കട്ട. ഇത് നീ കളഞ്ഞോളാൻ പറഞ്ഞ. നീ ടയർ കടക്കാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളെ പറയണല്ലേ? 5000 കിലോമീറ്റർ ഇനി ഓടാനുള്ള ടയർ കളഞ്ഞോളാൻ. നല്ല കമ്പനി കേട്ടാ. അടിപൊളി. പഴയ കാലത്തൊക്കെ നീ മറ്റേ സൈസിലല്ലേ അയച്ചുകൊണ്ടിരുന്ന ലിവറും കൊണ്ട്? പഴയ കാലത്തൊക്കെ ഇപ്പൊ പണി ലാഭമായില്ലേ? പച്ചവെള്ളം, അത് സോപ്പ് വെള്ളം. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കളയാം എന്ന് വിചാരിച്ച ടയർ വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. 6 മാസം കൂടി. 6 മാസത്തിനുള്ള 5000 കിലോമീറ്റർ ആവുള്ളൂ. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെ വേണം അല്ലേ? എന്തായാലും ഭാഗ്യമായി. അവൻ എല്ലാ ടയറും എടുത്ത് മാറ്റി ഇപ്പോൾ പുത്തൻ നിറച്ചേനെ. ഇനിയിപ്പോൾ എന്തായാലും ഫിറ്റ് എയർ അടിച്ച് കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇനി ബാക്കി ടയർ കൂടി അവൻ മാറ്റും. ഷോക്ക് അബ്സറിനോ വേറെ ഒന്നിനും ഒരു പ്രശ്നമില്ലല്ലോ? ഹാൻഡ് ബ്രേക്ക് കറക്റ്റ് അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് വ്യത്യാസമില്ല. അത് വീണ്ടും വീണ്ടും ചോദിക്കണത്. കൈ വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് ഡൽഹി വരെ ഓടിച്ചിട്ടുള്ളതാ. നീ പറഞ്ഞ് ശരിയാക്കി തന്നിട്ട്. അതാ പറഞ്ഞത്. എന്നോട് പറഞ്ഞ സ്റ്റിയറിംഗ് വിട്ടോടിക്കാമെന്നാ. അതിന് ശേഷം ഞാൻ പിന്നെ സ്റ്റിയറിംഗ് തിരിച്ചിട്ടില്ല. ഇവിടെ അലൈൻമെന്റ് ചെയ്ത് അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്തായാലും ഈ പരിപാടി കഴിഞ്ഞു. സ്റ്റെപ്പിനെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി ഫുള്ള് കയറുന്നതിന് നേരെ വീട്ടിലേക്ക്. അല്ലറ ചില പണികൾ ഇനിയും വണ്ടിക്ക് ഉണ്ട് കേട്ടോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം കുറച്ചായിട്ട് തീർക്കണം. ഇവിടെ ഒരു ഞളക്കുണ്ട്, അത് ശരിയാക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയ കുത്തുകുത്തുകൾ കണ്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ വീട് പെയിൻ്റ് അടിക്കാൻ പോയപ്പോൾ വീടിൻ്റെ താഴ്ച ഇട്ടിട്ടുണ്ടായിരുന്ന വണ്ടി. അപ്പോൾ അവിടേക്കൊക്കെ തീർത്ത് കഴിച്ചുണ്ടോ. ഇതിൽ ചുമപ്പ് കളറുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. പച്ച ചെടി തെറിച്ചിട്ടുള്ള അത് എഴുതി ഉണ്ടോ? അത് ചുമപ്പ് കളർ ഉണ്ടോ? ഈ ചുവപ്പ് കളറൊക്കെ അന്ന് പെയിൻറ്റ് ചെറുതായിട്ട് തെറിച്ചിട്ടാണ്. ഇനി അത് പോളിഷ് ചെയ്യണ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഡീസൽ ഇട്ട് കഴുകി ഭംഗിയാക്കിയിട്ട് വേണം നമുക്ക്
ഒരു പോളിഷ് അടിച്ച് കഴിഞ്ഞാൽ ആ സാധനം പോകും, അല്ലാണ്ട് കൈ കൊണ്ട് കഴുകിയിട്ട് പോകുന്നില്ല നിലവിൽ. അപ്പോൾ അടുത്ത ദിവസം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി അടിപൊളിയാക്കണം. അന്ന് നമ്മൾ കൊടുക്കാനുള്ള ഐഡിയ ആകുമ്പോൾ തന്നെ മേടിക്കാൻ പറ്റുന്നവർക്ക് ഒറ്റയടിക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടാത്തൊരു കണ്ടീഷൻ ആവേണ്ട, ഗ്ലാസും പൊട്ടിയിരിക്കുന്ന അവിടെ ഇവിടെ ഇറങ്ങിയിരിക്കുന്ന ടയറാകരുത്. അപ്പോൾ അതിനുള്ള വില കിട്ടുകയാണെങ്കിൽ ഒക്കെ ശരിയാക്കി ക്ലിയറായിട്ട് ആ വിലയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അടുത്ത സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ നമുക്ക് വീട്ടിലേക്ക് വിടാം. ഓക്കെ, ബൈ.